ഹലോ ഗൈസ്, ഇച്ചസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മളൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇന്നൊരു കിഡിലൻ തക്കാളി ചട്നിയാണ്. അതിനായിട്ട് 3 തക്കാളി, 10 കൊച്ചുള്ളി, 5 വെളുത്തുള്ളി, 3 പച്ചമുളകും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതെല്ലാം കൂടെ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഗൈസ്, ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചീനിച്ചട്ടി വെക്കാം. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. കൊച്ചുള്ളി ചേർക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മെയിൻ ഐറ്റം ഇടാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കായം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ തക്കാളി വെന്ത് വന്നിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം മതി. ഗൈസ്, ഇനി നമുക്ക് പാനെടുത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് തക്കാളിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഗൈസ്, ചെറിയ ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കല്ല് ചൂടായി വരുമ്പോൾ ടപേന്ന് ദോശ ഇട്ടെടുക്കാം. ദോശ നമുക്ക് തിരിച്ചിടാം. നല്ല ആവി പറക്കുന്ന സുട ദോശ റെഡി. ദോശ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഗൈസ്, ഇനി നമുക്ക് നമ്മളുടെ കിടിലം തക്കാളി ചട്നി ഈ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. ആഹാ, നല്ല കളറൊക്കെ ഉണ്ട് ഗൈസ്. നല്ല ടേസ്റ്റ് ഒന്ന് കാണുമ്പം തന്നെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഗൈസ്, നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം. സൂപ്പറാണ്. ദോശയുടെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണിത്. ഗൈസ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.